അബ്രഹാം മല കയറുകയാണ്. 3 ദിവസത്തെ വഴിദൂരമുണ്ട് മോറിയ മലയിലേക്ക്. തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണം എന്ന് തന്നെയാണ് അബ്രഹാമിൻ്റെ തീരുമാനം. കഴിഞ്ഞ രാത്രി ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ മോറിയാദേശത്തെ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. അബ്രഹാം എന്നും ദൈവശബ്ദത്തോട് വേഗത്തിൽ പ്രതികരിക്കുന്നവനാണ്. ഒരു പിതാവിനും താങ്ങുവാൻ കഴിയുന്നൊരു ശബ്ദമല്ല താൻ കേട്ടത്. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച മകനെ ഓമനിച്ച് കൊതി തീരുന്നതിന് മുൻപ് യാഗം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരപ്പനും താങ്ങുവാൻ കഴിയുകയില്ല. എന്നാൽ സത്യത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് അബ്രഹാം അറിഞ്ഞില്ല. അബ്രഹാം ദൈവശബ്ദം കേട്ടു. അതികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് ഇസഹാക്കിനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. അതികാലത്ത് തന്നെ എഴുന്നേൽപ്പിച്ചതും യാത്രയ്ക്ക് പുറപ്പെടാൻ ബലം നൽകിയതും 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് മോറിയാദേശത്തെത്തിച്ചതും തൻ്റെ അകത്തു വ്യാപരിച്ച വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, യാഗപീഠം പണിത് വിറകടുക്കി വെച്ച് ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ കിടത്തി മകനെ അറുക്കുവാൻ കത്തിയെടുക്കുമ്പോൾ അബ്രഹാമിൻ്റെ അകത്ത് വ്യാപരിച്ചൊരു വിശ്വാസമുണ്ട്. എൻ്റെ മകൻ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ മകൻ മരിക്കും, പക്ഷേ ഞാൻ ഇവിടുന്ന് തിരിച്ചു മടങ്ങുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റവനായി എന്നോട് കൂടെയുണ്ടായിരിക്കും. ഇതാണ് അബ്രഹാമിൻ്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്നത്. വഴിയാത്രയിൽ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതും എന്നൊന്നുമല്ല, കത്തി ഓങ്ങുന്നതിന് മുൻപ് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ദൈവം പറയും എന്നുള്ള പ്രതീക്ഷയുമല്ല. അബ്രഹാം അതികാലത്തെഴുന്നേറ്റത് മുതൽ അവൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്ന വിശ്വാസം, എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. അതെ, എൻ്റെ മകൻ ഇസഹാക്ക് ഉയർത്തെഴുന്നേൽക്കും. അവനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല. മരണപാശകൾ അവനെ വരിഞ്ഞു മുറുക്കിയാലും അവനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. എൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. ഇതാണ് അവൻ്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെയാണ് അബ്രഹാമിന് ഇത്ര വലിയ വിശ്വാസം ഉണ്ടായത്? കഴിഞ്ഞ രാത്രി കേട്ട ശബ്ദം താങ്ങുവാൻ കഴിയുന്നതല്ല എങ്കിലും അതിനും മുൻപ് ഇന്നലകളിൽ ദൈവം അവനോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. നിന്റെ മകനായ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഞാൻ നിന്റെ മകനായ ഇസഹാക്കിനോട് നിയമം ചെയ്യും, നീ ബഹുജാതികൾക്ക് പിതാവാകും. അബ്രഹാം വ്യക്തമായി കേട്ടൊരു ശബ്ദമുണ്ട്. ദൈവം എൻ്റെ മകനെ അനുഗ്രഹിക്കും, അവനൊരു കുടുംബജീവിതമുണ്ടാകും, അവന് സന്തതിയുണ്ടാകും, അവന് വർധനമുണ്ടാകും. ഇന്നലകളിൽ ഞാൻ കേട്ടത് അതാണ്. എൻ്റെ ദൈവം ബോഷ്ക്ക് പറയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ ശബ്ദം അതെത്ര ഉണ്ടെങ്കിലും അത് ഊവെന്നാണ്, അതിന് മാറ്റമില്ല. ഇന്നെന്നോട് മകനെ യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കത്തിച്ചാമ്പലായി കിടക്കുന്ന മണ്ണിൽ നിന്നും എൻ്റെ മകനെയും കൊണ്ട് ഞാൻ മടങ്ങത്തുള്ളൂ. കാരണം ഇന്നലകളിൽ ഞാൻ കേട്ട ശബ്ദം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് വചനമുണ്ടോ? ഇന്നലകളിൽ നിങ്ങൾ എന്താണ് കേട്ടത്? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അത് വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത്
കത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപരിക്കാൻ പോവുകയാണ്. ദൈവത്തിനറിയാമായിരുന്നു അബ്രഹാം മകനെ അറുക്കുമെന്ന്. അബ്രഹാമിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം ദൈവം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്നലകളിൽ കേട്ടതൊന്നും മറക്കരുത്. നിങ്ങൾ കേട്ട ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ചലിക്കാൻ പോവുകയാണ്. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.